ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കുമ്പോൾ എൻ്റെ അമ്മ ഉറങ്ങിക്കിടക്കുമ്പോൾ വെളുത്ത ഡ്രസ്സ് ഇട്ട് ഒരാൾ വന്നിട്ട്, ഒരു സ്ത്രീ വന്നിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു, എൻ്റെ വീടാണിത്, നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആകെ ഒരു സംഭ്രമമായി. തിരിച്ചു വരുമ്പം ഞാൻ കണ്ടു സെലീൻ്റെ മുഖമൊക്കെ നല്ല റോസ് പോലെയുണ്ട്. ഈ ജനൽ ഇങ്ങനെ തുറന്നിട്ടൊക്കെ കിടക്കുന്ന സമയത്ത്, ഈ മുറിയിൽ കിടക്കുന്ന സമയത്ത് പലപ്പോഴും തടിക്കഷ്ണങ്ങൾ ഈ മുറിയിലേക്ക് എറിയപ്പെടുമായിരുന്നു, ചെളി ഈ മുറിയിലേക്ക് എറിയപ്പെടുമായിരുന്നു, പലപ്പോഴൊക്കെ പച്ച ചാണകം ഈ മുറിയിലേക്ക് വന്ന് വീണിട്ടുണ്ട്. പക്ഷെ ഇത് ആരാ എറിഞ്ഞ് എങ്ങനെ എറിഞ്ഞെന്നൊന്നും അറിയില്ല. നമ്മൾ ഇന്ന് ഉള്ളത് പയ്യാമ്പലത്ത് സിസ്റ്റർ സെലിൻ്റെ കല്ലറയിലാണ്. ഈ സെലിൻ സിസ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ കല്ലറകൾ കാണപ്പെടുന്നത് സിമിത്തേരികളിലാണ്. പക്ഷേ ഈ സെലിൻ സിസ്റ്ററിൻ്റെ കല്ലറ ഇവിടെ ഒരു ചാപ്പലിലാണ് ഉള്ളത്. നമ്മൾ പിശാചിൻ്റെ അറ്റാക്കിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഇൻഡയറക്റ്റായിട്ട് നമ്മളെ പിശാച് അറ്റാക്ക് ചെയ്യുമെന്നും പ്രലോഭിപ്പിക്കുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഡയറക്റ്റായിട്ട് പിശാചുമായിട്ട് ഫൈറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് സിസ്റ്റർ സെലിൻ. സിസ്റ്റർ വലിയൊരു അത്ഭുതമായി മാറുന്നത് ആകെപ്പാടെ 35 ദിവസമാണ് സിസ്റ്ററായിട്ട് ജീവിച്ചത്. അപ്പോൾ ഈ സിസ്റ്റർ ആരായിരുന്നു, എന്തായിരുന്നു ഈ സിസ്റ്ററിൻ്റെ മോട്ടീവ്, എങ്ങനെയാണ് സിസ്റ്ററിനെ പിശാച് അറ്റാക്ക് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. സിസ്റ്റർ മരിയ സെലിൻ ജനിച്ചത് തൃശ്ശൂർ അതിരൂപതയിൽ കുണ്ടന്നൂർ ഇടവകയിലെ കനനായ്ക്കൽ കുടുംബത്തിലാണ്. വളരെ ചെറുപ്പം മുതലേ തന്നെ സന്യാസ ജീവിതത്തോട് അതീവ താല്പര്യമുണ്ടായിരുന്ന സിസ്റ്ററിന് തൻ്റെ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ആരംഭത്തിൽ മഠത്തിൽ ചേരുവാനായിട്ട് അനുവാദം ലഭിച്ചില്ലെന്ന് പറയാം. ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് ശേഷം കുറച്ചുനാൾ അധ്യാപികയായിട്ട് കുടുംബത്തെ സഹായിക്കുവാൻ സിസ്റ്ററിന് വീട്ടിൽ തന്നെ തുടരേണ്ടി വന്നു. വർഷങ്ങൾക്ക് ശേഷം 23-ാമത്തെ വയസ്സിൽ കൂരാച്ചുണ്ട് സെൻറ് തോമസ് UP സ്കൂളിൽ അധ്യാപികയായിരിക്കെ തൻ്റെ ദൈവവിളി തിരഞ്ഞെടുക്കുവാൻ സിസ്റ്ററിന് അനുവാദം ലഭിച്ചു. 1954 ജൂൺ 24-നാണ് സിസ്റ്റർ കണ്ണൂർ ഈ ഭവനത്തിൽ എത്തിയത്. തൻ്റെ നോവിഷ്യേറ്റ് കാലം ആരംഭിച്ചപ്പോൾ മുതൽ മനുഷ്യർക്ക് വിവരിക്കാൻ സാധിക്കാത്ത രീതിയിൽ വളരെയേറെ ദൈവിക ദർശനങ്ങളും അതോടൊപ്പം വളരെയേറെ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവത്തിന് സിസ്റ്ററിന് മരിയ സെലിന് സഹിക്കേണ്ടി വന്നു. ഈ അനുഭവങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ സിസ്റ്ററിൻ്റെ ദൈവവിളിയെക്കുറിച്ച് തന്നെ എല്ലാവർക്കും സംശയം തോന്നുന്ന ഒരു സാഹചര്യമുണ്ടായി. സിസ്റ്റർ മരിയ സെലിൻ്റെ നോഷിറ്റ് കാലഘട്ടത്തിൽ ഒരുപാട് പൈശാചിക ഇടപെടലുകൾ മരിയ സെലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ സുപ്പീരിയേഴ്സൊക്കെ വിചാരിച്ചത് ഈ സിസ്റ്ററിൻ്റെ അഭിനയമാണ്, ഈ സിസ്റ്റർ ശരിക്കും സന്യാസ ജീവിതത്തിന് ചേരുന്ന ജീവിതമല്ല എന്നൊക്കെ പറഞ്ഞു വിടാൻ വേണ്ടി ഈ അധികാരികളൊക്കെ തീരുമാനം എടുത്ത ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഈ മരിയ സെലിൻ എന്ന് പറയുന്ന സിസ്റ്റർ അധികാരികളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് ഒരാഴ്ച കഴിയുമ്പം ഈശോ പ്രത്യക്ഷപ്പെടും. അങ്ങനെ അധികാരിയായിട്ടുള്ള സിസ്റ്റർ അന്നത്തെ കോഴിക്കോട് പിതാവായ പത്രോണി പിതാവിന് വിവരം അറിയിക്കുകയും പിതാവ് ഇത് സത്യമാണോ എന്നറിയാൻ പിതാവ് ഒരു കമ്മീഷനെ ഇത് പഠിക്കാൻ വേണ്ടി, ഇത് കാണാൻ വേണ്ടി ഇങ്ങോട്ട് അയക്കുകയും ചെയ്തു. അതിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു വൈദികനുണ്ടായിരുന്നു, ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. അവരിവിടെ വന്നു. അവർ സിസ്റ്ററിനോട് പകലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. രാത്രി ഒരു 7 മണി സമയമായി കഴിഞ്ഞപ്പം ഈ സിസ്റ്ററിന് ഇവിടെ വച്ച് ഈശോയുടെ ഒരു വിഷൻ ഉണ്ടാകുകയും ചെയ്തു. വിഷൻ ഉണ്ടായ സമയത്ത് ഈ സിസ്റ്ററിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ മിഴിച്ചു വരികയും സിസ്റ്റർ വേറൊരു ദിവ്യാനുഭൂതിയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അന്ന് ആ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ചെയ്തൊരു കാര്യം, ഒരു മുട്ടുസൂചി എടുത്തിട്ട് ഈ സിസ്റ്ററിൻ്റെ നഖത്തിനിടയിലേക്ക് അമർത്തി ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ഈ മെഴുകുതിരി നാളത്തിനടുത്തേക്ക് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. പക്ഷേ ഇത് രണ്ടും ചെയ്തിട്ടും ഈ സിസ്റ്റർ ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞില്ല. ബോഡിയിൽ അങ്ങനെ യാതൊരുവിധ ഷെയ്ക്കിങ്ങോ അങ്ങനെ അറിയുന്ന വിധത്തിലുള്ള യാതൊന്നും വന്നില്ല എന്നതാണ്. അന്ന് തന്നെ ആ ഡോക്ടർ സർട്ടിഫൈ ചെയ്തു. അതായത് ഇത് ശാസ്ത്രത്തിന് കണ്ടെത്താൻ പറ്റുന്നൊരു കാര്യമല്ല, മറിച്ച് ഇത് മറ്റേതോ ഒരു ലോകവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഡിവൈൻ വിഷനാണ് എന്നുള്ളൊരു കാര്യം ആ ഡോക്ടർ സർട്ടിഫൈ ചെയ്തു. അങ്ങനെയാണ് ഈ മരിയ സെലിൻ സിസ്റ്റർ ആകാനായിട്ടുള്ള പെർമിഷൻ പിതാവിലൂടെ, പത്രോണി പിതാവിലൂടെ മരിയ സെലിന് ലഭിക്കുന്നത്. 1957
ജൂൺ 20-ാം തീയതിയാണ് മരിയ സെലിൻ്റെ ബാച്ചിലുള്ള 7 പേരോട് ചേർന്ന് മരിയ സെലിൻ വ്രതവാഗ്ദാനം നടക്കുന്നത്. ഈ വ്രതവാഗ്ദാന സമയത്ത് മരിയ സെലിന് ഈശോ പ്രത്യക്ഷപ്പെട്ടു. അതുവരെ മരിയ സെലിൻ്റെ ആരോഗ്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല ആരോഗ്യ ദൃഢഗാത്രയായിട്ടുള്ള ഒരു സന്യാസിനിയായിരുന്നു മരിയ സെലിൻ. അന്ന് ഈ വ്രതവാഗ്ദാനത്തിൻ്റെ സമയത്ത് ഈശോ പ്രത്യക്ഷപ്പെട്ട് മരിയ സെലിനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ ആരോഗ്യത്തെ തിരികെ എടുക്കുകയാണ്, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പെട്ടെന്ന് തന്നെ വരും. പിന്നീട് നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന മരിയ സെലിന് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു. മരിയ സെലിൻ സിസ്റ്റർ ജീവിച്ചിരുന്ന മുറിയിലാണ് നമ്മളുള്ളത്. സിസ്റ്റർ ആദ്യമൊക്കെ കടന്നുകൊണ്ടിരുന്നത് ഈ ഡോർമെട്രിയാണ്. ഈ മരിയ സെലിൻ സിസ്റ്റർ രാവിലെ പല്ല് തേക്കാനും മുഖം കഴുകാനൊക്കെ ആയിട്ട് ഈ ബേസിനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ കാലിനടുത്ത് ഈ വെള്ളം ഇങ്ങനെ വെക്കുക. ഒരു ദിവസം രാത്രിയിൽ സിസ്റ്റർ കിടന്നുറങ്ങുന്നു. അപ്പോൾ ഈ കാൽക്കൽ വെച്ച ഈ ബേസൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മൊസ്കിറ്റോ നെറ്റൊക്കെ വെക്കുന്ന ഈ ഒരു ഇതിൻ്റെ മുകളിൽ വന്ന് ഇതിങ്ങനെ ഇരിക്കുകയാണ്. ഇതിന് മുകളിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് ഇറ്റിറ്റ് ചാടുകയാണ്. ഇത് സിസ്റ്റർ മേത്ത് വീഴുന്നുണ്ട്, പക്ഷേ സിസ്റ്റർ ഇത് അറിയുന്ന പോലുമില്ല. അപ്പോൾ ഇത് കണ്ട് കൂടെ ഉണ്ടായിരുന്ന സന്യാസിനികൾക്ക് ഭയങ്കര ഭയം ഉണ്ടാവുകയും അന്നത്തെ സുപ്പീരിയറോട് ഈ കാര്യം പറയുകയും അങ്ങനെ ഡോർമെട്രിയിൽ നിന്ന് പിന്നീട് ഈ സിസ്റ്ററിനെ ഈ സുപ്പീരിയറുടെ മുറിയിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് ഇതിലെന്തെങ്കിലും ഫാബ്രിക്കേറ്റഡ് ആണോ അല്ലെങ്കിൽ സിസ്റ്റർ ഇപ്രകാരം അഭിനയിക്കുന്നതാണോ എന്നറിയാൻ വേണ്ടി ഈ സിസ്റ്ററിനെ പിന്നീട് ഈ മുറിയിലേക്ക്, ഈ സുപ്പീരിയറിൻ്റെ മുറിയിലേക്ക്, സിസ്റ്റർ സെഫാനിയ എന്ന് പറയുന്ന സിസ്റ്ററിൻ്റെ മുറിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഒരിക്കൽ മരിയ സെലിൻ ഒരു പകല് ഇങ്ങനെ തലചാച്ചി ഇവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ മരിയ സെലിൻ്റെ കട്ടിലിൽ, ഈ മരിയ സെലിൻ കിടക്കുന്ന ഈ ബെഡിൽ നിറയെ റോസാപ്പൂ ഇങ്ങനെ വർഷിക്കപ്പെട്ടു. അതാ മദർ, അതായത് കൂടെ കിടന്ന ആ സുപ്പീരിയർ സിസ്റ്റർ അത് കുറേ കാലങ്ങൾ ആ പുഷ്പദളങ്ങൾ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നതും ഒരു ചരിത്രമാണ്. ഭയങ്കരമായിട്ടുള്ള സഹനങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പം സ്വർഗത്തിൽ നിന്നൊരു മാലാഖെ എന്ന പോലെ എപ്പോഴും സഹനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരുന്നത് വിശുദ്ധ കൊച്ചിത്രേസ്യായിരുന്നു. കൊച്ചിത്രേസ്യ പല പ്രാവശ്യം ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്നിന്ന സഹനങ്ങൾ ഉണ്ടാകുമെന്നും ഇന്നിന്ന കാര്യങ്ങൾ ഉണ്ടാകുമെന്നും ഇത് കാര്യങ്ങളൊക്കെ സഹിക്കേണ്ടി വരുമെന്നൊക്കെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൊച്ചിത്രേസ്യ പലപ്പോഴും ഈ സിസ്റ്റർ മരിയ സെലിന് കൊടുക്കുമായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഇവിടെ കിടക്കുന്ന സമയത്ത് സിസ്റ്ററിൻ്റെ കാലൊക്കെ ഇത് കണ്ടില്ല, ഈ ഗ്യാപ്പിലൂടെ വലിച്ച് താഴേക്ക് ഇടുകയും അങ്ങനെ സിസ്റ്റർ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുകയും ചെയ്ത, പിശാചനാൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്തൊരു ഇടമാണിത്. പിന്നെ സിസ്റ്റർ ഇവിടെ കിടക്കുന്ന സമയത്ത്, ഈ കട്ടിൽ കിടക്കുന്ന സമയത്ത് പലപ്പോഴും ഈ സിസ്റ്റർ മുടിയൊക്കെ ഇങ്ങനെ മുറിച്ച് കഷ്ണമാക്കി ഇതിലിങ്ങനെ ഈ മുറി കൂടെ ഇങ്ങനെ വെതറിയിടുക, അങ്ങനെയുള്ള പല വിധത്തിലുള്ള പീഡകൾ സിസ്റ്റർ ഇവിടുന്ന് ഈ മുറിയിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും സിസ്റ്റർ മുഖമൊക്കെ ഇങ്ങനെ മാന്തി കീറി, പലപ്പോഴും ഇങ്ങനെ മുറിവേറ്റ് മുറിയിൽ നിന്ന് വരുന്ന സിസ്റ്ററിനെ കാണപ്പെടുമായിരുന്നു. ചിലപ്പോഴൊക്കെ സിസ്റ്റർ ഈ മുറിയിൽ അകപ്പെട്ടു പോകും. സിസ്റ്റർ പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഈ മുറി പെട്ടെന്ന് അങ്ങ് അടയും. സിസ്റ്റർ ഒരു കാരണവശാലും ഈ മുറി തുറക്കാൻ കഴിയില്ല. അപ്പോൾ പുറത്തുനിന്ന് ആളുകൾ വന്ന് ഈ മുറി തുറക്കുമ്പോഴാണ് സിസ്റ്ററിന് പുറത്തേക്ക് പോകാനും പ്രാർത്ഥിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാൻ പോലും കഴിഞ്ഞിരുന്ന. പിന്നെ സിസ്റ്റർ കട്ടിൽ കിടക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ബെഡ്വിരിക്കൊക്കെ തീ പിടിക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. അതിൽ പലപ്പോഴും ഈ മുറിയിൽ ഭയങ്കരമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുക, കസേരകളൊക്കെ തൊടാൻ പോലും പറ്റാത്ത വിധത്തിൽ ഭയങ്കരമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യമൊക്കെ ഈ മുറിയിൽ ഉണ്ടായിട്ടുണ്ട്. സിസ്റ്റർ മരിയ സെലിൻ ഈ ജനൽ ഇങ്ങനെ തുറന്നിട്ടൊക്കെ കിടക്കുന്ന സമയത്ത്, ഈ മുറിയിൽ കിടക്കുന്ന സമയത്ത് പലപ്പോഴും തടിക്കഷ്ണങ്ങൾ ഈ മുറിയിലേക്ക് എറിയപ്പെടുമായിരുന്നു, ചെളി ഈ മുറിയിലേക്ക് എറിയപ്പെടുമായിരുന്നു. പലപ്പോഴൊക്കെ പച്ച ചാണകം ഈ മുറിയിലേക്ക് വന്ന് വീണിട്ടുണ്ട്. പക്ഷേ ഇത് ആരാ എങ്ങനെ എറിഞ്ഞെന്നൊന്നും അറിയില്ല. അമലോത്ഭവ മാതാവിൻ്റെ ഉർസലൈൻ സന്യാസ സഭയിലെ അംഗമായിരുന്ന വെനറബിൾ സിസ്റ്റർ മരിയ സെലിൻ ഈ ചാപ്പലിൻ്റെ പരിസരത്ത് ദൈവസാന്നിധ്യത്തിൽ ജീവിച്ച വ്യക്തിയാണ്. ഈ ചാപ്പലും പരിസരവും വെനറബിൾ സിസ്റ്റർ മരിയ സെലിന് ഏറ്റവും പ്രിയങ്കരമായിരുന്നു. സിസ്റ്റർ മരിയ സെലിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഈ ദേവാലയത്തിന് പ്രത്യേകമായൊരു പങ്കുണ്ട്. പലപ്പോഴും അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ ഇവിടെ വന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മരിയ സെലിൻ സിസ്റ്ററിനോട് ആരാ കുർബാന അർപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിസ്റ്ററിന് ഒരു ഉത്തരവ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ചത് ഈശോയാണ്. ഇതൊരു കുമ്പസാരക്കൂടാണ്. പക്ഷേ ഈ കുമ്പസാരക്കൂട് വളരെ വ്യത്യസ്തമാണ്. ഈ കുമ്പസാരക്കൂട്ടിൽ കുമ്പസാരം എന്ന കൂദാശ പരികർമ്മം ചെയ്തത് ദൈവദാസനായ സുക്കോളച്ചനാണ്. ഇവിടെ കുമ്പസാരിച്ചിട്ടുള്ളതും ധന്യയായ മരിയ സെലിനാണ്.
എൻ്റെ മക്കൾക്ക് സിസ്റ്ററുമായിട്ടുള്ള കണക്റ്റഡ് പേരാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എൻ്റെ പേര് മരിയ. എൻ്റെ പേര് സെലിൽ. എൻ്റെ പേര് ജോസഫ്. ഞാൻ കുണ്ടന്നൂർ ഇടവകയിൽ നിന്ന് വരുന്നു. സിസ്റ്ററിൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് സിസ്റ്റർമാർ വീട് വാങ്ങിയത്. ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കുമ്പോൾ എൻ്റെ അമ്മ ഉറങ്ങിക്കിടക്കുമ്പോൾ വെളുത്ത ഡ്രസ്സ് ഇട്ട് ഒരാൾ വന്നിട്ട്, ഒരു സ്ത്രീ വന്നിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു, എൻ്റെ വീടാണിത്, നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആകെ ഒരു സംഭ്രമമായി. അമ്മ അത് എൻ്റെ അപ്പനോട് പറയുകയും ഞങ്ങൾ മക്കളായ ഞങ്ങളോട് എല്ലാവരോടും പറയുകയും ചെയ്തു. പിന്നീട് സിസ്റ്റർമാർ ആ വീട് വാങ്ങുകയും ഞങ്ങൾ വേറെ താമസമായി മാറ്റി പോവുകയും ചെയ്തു. ഈ കോൺവെൻറ്റിൽ നിന്ന് ഞങ്ങൾ അവിടെ കത്തിക്കുന്ന വിളക്കിലത്തെ എണ്ണ കൊണ്ടുവന്ന് രോഗശാന്തിക്ക് വേണ്ടി ഞങ്ങൾ പുരട്ടുകയും പാനീയമായി ഭക്ഷിക്കാറും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ അസുഖങ്ങൾ മാറ്റി തരാറുണ്ട് സിസ്റ്റർ. ഞാനൊരു കുട്ടിയായിരുന്നു അന്ന്. ജസ്റ്റ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് കളിക്കുകയും വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കടലിൽ കുളിക്കാനൊക്കെ പോകുമായിരുന്നു ഞങ്ങൾ. മരിച്ച ദിവസം തലേ ദിവസം സെലീനൊരു പനി വന്നു. പനി വന്നിട്ട് മദർ പറഞ്ഞു ഇന്ന് സ്കൂളിൽ പോകണ്ടെന്ന്. സെലീൻ പറഞ്ഞു കുട്ടികളൊക്കെ മഴയത്ത് പോയി കളിക്കും, ഞാൻ ക്ലാസ്സിൽ പോയിരുന്നോളാം, അല്ലെങ്കിൽ അവർക്ക് പനി പിടിക്കും, അവരുടെ രക്ഷിതാക്കൾക്ക് പൈസയൊന്നുമില്ല മരുന്ന് വാങ്ങാൻ, അതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ പോയിരുന്നോളാം. അന്ന് ഭയങ്കരം തലവേദനയായിരുന്നു. തിരിച്ചു വരുമ്പം ഞാൻ കണ്ടു സെലീൻ്റെ മുഖമൊക്കെ നല്ല റോസ് പോലെയുണ്ട് വേദന കൊണ്ട്. ചായ ഒന്നും കുടിക്കാണ്ട് നേരെ മുകളിലേക്ക് പോയി കിടന്നു. പിന്നെ അൺകോൺഷ്യസായി യെസ് ജീസസ് യെസ് ജീസസ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ പറഞ്ഞ സമയത്ത് സെലീൻ മരിച്ചുപോയി. സിസ്റ്റർ മരിയ സെലിനെ അടക്കം ചെയ്തത് ഈ കല്ലറയിലായിരുന്നു. പിന്നീടാണ് സിസ്റ്ററിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇവിടുന്ന് മഠത്തിലെ ചാപ്പലിലേക്ക് മാറ്റിയത്. ഈ സിമിത്തേരിൽ 2001 നവംബർ 30 സാമൂഹ്യ ദ്രോഹികളായിട്ടുള്ള ആളുകൾ ഈ കല്ലറയിലെ എല്ലാ കുരിശുകൾ തല്ലി തകർക്കുകയുണ്ടായി. പക്ഷേ ഇതിൽ കാണപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരിയ സെലിൻ്റെ കല്ലറയിലെ കുരിശ് മാത്രം തകർക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതിലെന്തോ ഒരു പ്രത്യേകത അന്നത്തെ ബിഷപ്പായിരുന്ന ചക്കാലക്കൽ പിതാവിന് തോന്നുകയും ചക്കാലക്കൽ പിതാവിലൂടെയാണ് പിന്നീട് ഈ കാര്യങ്ങൾ നാമകരണ നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്യുന്നത്. ബൈബിളിൽ സഹനത്തിന് വിലയുണ്ടോ എന്ന ചോദ്യത്തിന് ജോബ് ഉത്തരം നൽകുന്നുണ്ട്. ഇന്ന് സഹനത്തിന് വിലയുണ്ടോ എന്ന ചോദ്യത്തിന് മരിയ സെലിൻ എന്ന് പറയുന്ന 35 ദിവസം മാത്രം സിസ്റ്ററായി ജീവിച്ച ഈ സഹോദരി നമുക്ക് ഉത്തരം നൽകുന്നുണ്ട്. എത്ര വലിയ പ്രലോഭനം പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ്. ഇതെല്ലാം ഈ ലോകത്തിനപ്പുറം നിത്യതയ്ക്ക് വേണ്ടിയാണ് എന്ന സത്യം മരിയ സെലിൻ നമ്മളെ പഠിപ്പിക്കുക. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.